നിങ്ങൾ ഈ ഒരു വീഡിയോ വളരെ ശ്രദ്ധയോടെ ഒന്ന് കാണുക. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടുമ്പോഴുണ്ടാകുന്ന കൺഫ്യൂഷൻ കൃത്യമായിട്ട് മാറിക്കിട്ടും. ക്രമത്തിലിടണോ, ഗിയർ സ്കിപ്പ് ചെയ്യാമോ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക്, കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവറും യാത്രക്കാരും നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിക്കുക. ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ മദ്യപിച്ചുകൊണ്ടോ വാഹനം ഓടിക്കരുത്. ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് കാർ ഡ്രൈവിങ്ങിൽ നിങ്ങളെ ഞാൻ റോഡിൽ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്ന ഡ്രൈവിംഗ് ട്രിക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്, ഒരുപാട് പേർക്ക് കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്തുള്ളൊരു സംശയമാണ്. നമ്മൾ വണ്ടി ഓടിക്കുന്ന സാഹചര്യങ്ങളിൽ ഗിയർ ഇടുമ്പോൾ കൃത്യമായിട്ട് ക്രമത്തിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യണോ? ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്തിൽ നിന്ന് ഫോർത്ത്, തേർഡ്, സെക്കൻഡ്, ഫസ്റ്റ് എന്നിങ്ങനെ ചെയ്യണോ? ഇനി നമുക്ക് ഗിയർ ഇടുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഗിയർ സ്കിപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്താൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന കൺഫ്യൂഷൻ എല്ലാം ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് തന്നെ മാറ്റി കാണിച്ചു തരാം. നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗിയർ ഇടുന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടും. അതുകൊണ്ട് വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓളമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ ഈ ഒരു വീഡിയോ വളരെ ശ്രദ്ധയോടെ ഒന്ന് കാണുക. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടുമ്പോഴുണ്ടാകുന്ന കൺഫ്യൂഷൻ കൃത്യമായിട്ട് മാറിക്കിട്ടും. ക്രമത്തിലിടണോ, ഗിയർ സ്കിപ്പ് ചെയ്യാമോ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഒപ്പം എൻ്റെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേഷൻ്റെ കൺട്രോളിങ് അതിൻ്റെ ഒരു വീഡിയോ കൂടെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേഷൻ യൂസ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണുക. ഓക്കെ, ബ്രേക്കിൽ എൻ്റെ കാല് വരുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ തന്നെ ആദ്യം ഞാനൊരു ചെറിയ കയറ്റത്താണ് വണ്ടി നിർത്തിയേക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ കാല് പ്രോപ്പറായിട്ട് ബ്രേക്കിൽ ഞാൻ വെച്ചേക്കുന്നത്. ക്ലച്ച് ചവിട്ടി ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണുക. ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോൾ വണ്ടി എടുത്താലും ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുത്തേ വണ്ടി എടുക്കാവുള്ളൂ. ഓക്കെ, എടുത്താൽ ഉടൻ തന്നെ റോഡ് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ചെറിയൊരു കയറ്റമൊക്കെ ആണെങ്കിൽ പോലും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി നമുക്ക് സെക്കൻഡ് ഗിയർ ഇട്ടാൽ കയറിപ്പോകാം. ഫസ്റ്റ് ഗിയർ തന്നെ ഒരു കയറ്റം കയറി പോകണമെന്നില്ല. അത് കുത്തനെയുള്ള ഒരു കയറ്റമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സാഹചര്യം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് ഗിയർ കയറി പോകേണ്ടതായിട്ടുള്ളൂ. ഇപ്പം ഞാനത് നിങ്ങളെ കൃത്യമായിട്ടും ഡ്രൈവ് ചെയ്ത് കാണിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ വണ്ടി എടുക്കുകയാണ്. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ കറക്റ്റ് വന്നു, ആക്സിലറേഷൻ കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്താൽ ഉടൻ തന്നെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഏകദേശം ഒരു 20-25 കിലോമീറ്റർ സ്പീഡായപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. നിങ്ങൾ നോക്കുക, ഈ ഒരു കയറ്റം ഞാനിപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് കയറി പോകുന്നത്. അപ്പം നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വണ്ടി എടുത്താൽ ഉടൻ തന്നെ ഒരു സ്ട്രെയിറ്റ് റോഡിലാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ സെക്കൻഡ് ഗിയർ ഉടൻ തന്നെ കൊടുക്കാം. ഇനി ചെറിയൊരു കയറ്റത്താണെങ്കിൽ പോലും നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്താൽ ഉടൻ ആക്സിലറേഷൻ കൊടുത്ത് ഒരു 25-30 കിലോമീറ്ററിനോട് അടുത്ത് വണ്ടിയുടെ വേഗത വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ക്വിക്കായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വണ്ടി നമുക്ക് സെക്കൻഡ് ഗിയറിൽ പോകാൻ കഴിയും. ഓക്കെ, ഐഡിയ കിട്ടിയല്ലോ. ഇനി തേർഡ് എപ്പോഴാണ് ഇടുന്നത്? തേർഡ് ഇടുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. തേർഡ് ഇടുന്നത് നമുക്കൊരു അത്യാവശ്യം ഒരു നിരപ്പ് റോഡും ചെറിയ വളവും ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് തേർഡ് ഗിയറിൽ ഈസി ആയിട്ട് പോകാം. പലരും ചിന്തിച്ചേക്കുന്നത് നല്ല നിരപ്പ് റോഡായി തേർഡ് പറ്റത്തുള്ളൂ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാനിവിടെ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുവാണ്. ഇവിടെ ചെറിയൊരു വളവും തിരിവുണ്ട്. ജസ്റ്റ് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു. തേർഡ് ഗിയറിലേക്ക് ക്ലച്ച് ഔട്ട് ഇട്ടു. ഇപ്പം നിങ്ങൾ നോക്കിയേ, ചെറിയൊരു വളവും തിരിവുള്ള റോഡിലൂടെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഏത് ഗിയറിലാണ് പോകുന്നത്? തേർഡ് ഗിയറിൽ. വീണ്ടും എൻ്റെ കാല് ബ്രേക്കേ വരുന്നു. നിങ്ങൾ നോക്കുക, ഇവിടെ ഈ ഒരു വളവൊക്കെ നമ്മൾ ചേർന്ന് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോവുകയാണ്. പോകുന്ന ഗിയർ നോക്കുക, തേർഡ് ഗിയറിലാണ് പോകുന്നത്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ റോഡിൽ തേർഡിൽ പോകാം. വീണ്ടും വണ്ടിക്ക് ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് നൽകിയാൽ ഇച്ചിരി റോഡ് സ്ട്രെയിറ്റ് ആയാൽ ഫോർത്ത് ഇടാം. കണ്ടോ? അപ്പോൾ ഞാൻ ഫോർത്ത് ഗിയറിലേക്ക് ഇപ്പോൾ പോകുന്നു. നിങ്ങൾ നോക്കുക, ചെറിയ വളവും തിരിവുള്ള റോഡിൽ തന്നെയാണ് ഞാൻ ഫോർത്തിൽ പോകുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഫോർത്തിൽ നിന്ന് നേരത്തെ തേർഡിലേക്ക് ഇടുന്നു. ക്രമത്തിലാണ് നമ്മൾ ഗിയർ ഇടുന്നത്. ഓക്കെ, ഇപ്പോൾ തേർഡിൽ ഈ കയറ്റം ഇങ്ങനെ കയറി പോകുന്നു. അപ്പോൾ വീണ്ടും വണ്ടി മടുക്കുന്നു എന്ന് തോന്നിയാൽ വീണ്ടും നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, അഡ്വാൻസ് ആയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. അതായത് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ക്രമത്തിൽ ഡൗൺ ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് പഠിക്കണം. ഓക്കെ, അങ്ങനെ നമുക്കൊരു സെക്കൻഡ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങ് പോകാം.
ഫസ്റ്റ് ഗിയർ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് ഗിയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർത്തും അതുപോലെ നമ്മളുടെ വാഹനം സ്ലോ ആകുന്ന ഒരു സാഹചര്യം വന്നെങ്കിൽ മാത്രം നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതേ സെക്കൻഡ് ഗിയറിൽ തന്നെ പോകാം. ഇപ്പം നിങ്ങൾ നോക്കി, ചെറിയൊരു ജംഗ്ഷനാണ്, ഇവിടെ വണ്ടി നിർത്തിയിടേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, സെക്കൻഡ് ഗിയറിൽ പോകുന്നു. വീണ്ടും തിരക്കുകളൊക്കെ മാറി. അപ്പോൾ എന്ത് ചെയ്യുന്നു, വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. കണ്ടോ? അപ്പോൾ എന്ത് ചെയ്യുന്നു, വീണ്ടും തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് അത്യാവശ്യം ഒരു സ്ട്രൈറ്റ് റോഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ചെറിയ ഇടയുള്ളെങ്കിൽ പോലും ആ ദൂരം ഫോർത്തിലേക്ക് ഇടുക. അതായത് ഞാൻ ഇവിടുന്ന് തേർഡിൽ നിന്ന് ഇത്രയും ദൂരമാണ് ഫോർത്ത് ഇട്ടേക്കുന്നത്. ഓക്കെ, വീണ്ടും എൻ്റെ കാല് ബ്രേക്ക് വരുന്നു, ക്ലച്ച് ഔട്ട് തേർഡിലേക്ക് ഇടുന്നു. കണ്ടോ? അപ്പം അത്രയും ഇട നമുക്ക് ചെറിയൊരു സ്പേസ് സ്ട്രൈറ്റ് റോഡ് കിട്ടിയാൽ അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോർത്ത് ഗിയർ, തേർഡിലാണ് പോകുന്നതെങ്കിൽ ഫോർത്ത് ഗിയർ ഇട്ട് ഓടിക്കണം. പലരും എന്ത് ചെയ്യും, തേർഡ് ഗിയർ തന്നെ പോകാൻ ശ്രമിക്കും. അങ്ങനെ പോയാലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വണ്ടി കംഫർട്ടായിട്ട് ഓടിക്കാം, പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ഒരു കാരണവശാലും നിങ്ങൾ ജീവിതത്തിൽ പഠിച്ചെടുക്കത്തില്ല. കാരണം ഗിയർ ഷിഫ്റ്റിംഗ് നമ്മൾ പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ ഇത്തരത്തിൽ ഗിയർ ഇട്ട് നോക്കിയെങ്കിൽ മാത്രമേ നമുക്കത് പഠിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ തേർഡ് ഗിയറിലാണ് പോകുന്നത്, ഇവിടെ ആളും ബഹളമുണ്ട്, ഞാനൊന്ന് ഹോൺ ചെയ്ത് കൊടുക്കുന്നു, ഇത് തേർഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളുമാണ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. നിങ്ങൾ നോക്കുക, സെക്കൻഡിലിട്ടു, വീണ്ടും ഞാൻ ഫസ്റ്റ് കൊടുക്കുകയാണ്. കാരണം ഇവിടെ വണ്ടികളുണ്ട്, ഇവിടെ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് പിള്ളേരെല്ലാം കടന്നു വരുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടെ വണ്ടി തീർത്തും സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ ഫസ്റ്റിലേക്ക് ഇടുന്നു. വീണ്ടും ഞാൻ എന്ത് ചെയ്തു, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി, ആൾ മാറിയപ്പോൾ ഞാനിത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. കണ്ടോ? അപ്പോൾ അവിടെ നമ്മൾ ക്രമത്തിൽ ഡൗൺ ചെയ്ത് വണ്ടി നിന്നപ്പോഴാണ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടത്. ഓക്കെ, വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് തേർഡ് ഗിയറിലേക്ക് ഇടാം. ഓക്കെ, ഇനി നമുക്ക് എപ്പോഴാണ് ഗിയർ സ്കിപ്പ് ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിവിടെ തേർഡിൽ ഇങ്ങനെ പോവാണ്. ഓക്കെ, വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആകുന്നു, എന്ത് ചെയ്യുന്നു, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു, ക്രമത്തിൽ നാലാമത്തെ ഗിയറിലേക്ക് ഇടുന്നു. വീണ്ടും നല്ല സ്ട്രൈറ്റ് റോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഞ്ചാമത്തെ ഗിയറിലിടാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്ട്രൈറ്റ് റോഡിലേക്ക് നമ്മളുടെ വാഹനം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നല്ല നിരപ്പ് റോഡ് വന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, അഞ്ചാമത്തെ ഗിയറിലേക്കും കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് എൻ്റെ കാലിൽ ബ്രേക്ക് വരുന്നു. ഇപ്പോൾ ഈ സ്ട്രൈറ്റ് റോഡിൽ വണ്ടി ഇറക്കം കൂടിയ റോഡാണ്, അഞ്ചാമത്തെ ഗിയറിൽ വണ്ടി ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്ത് വാഹനത്തെ ഒന്ന് സ്ലോ ചെയ്ത് പോവുകയാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ചെറിയ വളവ് വരുവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ വളവ് തിരിയുന്നത് നമുക്ക് ഫിഫ്ത്തിൽ പോകാൻ പറ്റില്ല. ഓക്കെ, അവിടെ നമ്മൾ കൃത്യമായിട്ട് ഡൗൺ ചെയ്ത് ഫോർത്തിലേക്ക് ഇടണം. ഓക്കെ, അപ്പോൾ വളവ് വരുമ്പോൾ നിങ്ങൾ ഓർത്തോണം, അഞ്ചാമത്തെ ഗിയറിൽ പോകരുത്, ഫോർത്ത് കൊടുക്കുക. ജസ്റ്റ് ബ്രേക്ക് കാല് വെച്ച് കഴിഞ്ഞാൽ നാലാമത്തെ ഗിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പോകാം. കണ്ടോ? വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ ചെറിയ ഇട കണ്ടാൽ അപ്പം തന്നെ വീണ്ടും നമ്മൾ ഫിഫ്ത്ത് ഇട്ട് കൊടുക്കണം. ഓക്കെ, വീണ്ടും ഫിഫ്ത്ത് ഇടുന്നു, ബ്രേക്കേ വരുന്നു. ഓക്കെ, വീണ്ടും മുന്നിലായിട്ട് ഒരു വളവോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ ഡൗൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ അഞ്ചാമത്തെ ഗിയറിൽ അത്യാവശ്യം ഒരു സ്ട്രെയിറ്റ് റോഡ് പോലെയുള്ള റോഡാണ്, എന്നാൽ ചെറിയ വളവും തിരിവുണ്ട്, എന്നാൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് ഗിയറിൽ തന്നെ ഇങ്ങനെ ഈസി ആയിട്ട് പോകാം. ഇനി മുന്നിലേക്ക് ഒരു വളവോ കാര്യങ്ങൾ നല്ല രീതിയിൽ വരികയാണ്, എനിക്ക് റോഡ് അറിയാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് ഫിഫ്ത്തിൽ നിന്ന് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഫോർത്ത് ഗിയറിലേക്ക് ക്രമത്തിൽ ഡൗൺ ചെയ്യുന്നു. വീണ്ടും നാലാമത്തെ ഗിയറിൽ ഇവിടെ ഒരു നല്ല വളവ് വന്നു. അപ്പോൾ അത് ഒരു കാരണവശാലും നല്ല ടേണുകൾ നാലാമത്തെ ഗിയറിൽ പോകാൻ പാടില്ല. അവിടെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ബ്രേക്ക് ചെയ്യുമ്പോൾ വണ്ടിയുടെ നമ്മൾ കൂടുതലായിട്ട് ബ്രേക്ക് ചെയ്യുമല്ലോ. അപ്പോൾ തേർഡ് ഗിയറിലേക്ക് ഇട്ടത് കൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു തരത്തിലുള്ള പ്രോബ്ലവും വരത്തില്ല. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഞാൻ വന്നേക്കുന്ന ഗിയർ നോക്കി, തേർഡ് ഗിയറാണ്. തേർഡ് ഗിയർ വന്ന് എനിക്കിവിടെ റൈറ്റ് എടുക്കണം. അപ്പം ഇവിടെ വണ്ടി എനിക്ക് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ തേർഡിൽ നിന്ന് നമ്മൾ വീണ്ടും സെക്കൻഡ് വന്ന് ഫസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുക, തേർഡിൽ നിന്ന് നേരിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുക. എന്നിട്ട് ബ്രേക്ക് നയിക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്തെടുക്കുക. ഓക്കെ, അവിടെ നമ്മൾ സെക്കൻഡ് വന്നിട്ട് ഫസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ വണ്ടി പോകുന്ന സാഹചര്യങ്ങളിൽ എവിടെയായാലും ഒരു തേർഡ് ഗിയറിലോ ഫോർത്ത് ഗിയറിലോ നമ്മൾ വന്ന് വണ്ടിയായിട്ട് അങ്ങ് നിന്ന് വണ്ടി തീർത്തും സ്ലോ ആയാൽ ഫോർത്തിൽ നിന്ന് തേർഡിൽ വന്ന്, തേർഡിൽ നിന്ന് സെക്കൻഡിൽ വന്ന്, സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് വന്ന് നമ്മൾ വണ്ടി എടുക്കണ്ട. ഇപ്പം ഇങ്ങനെ നമ്മൾ തേർഡിൽ പോകുന്നു, ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു, ഇങ്ങനെ നമ്മൾ നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് വാഹനം ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുത്ത്, തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുത്ത്, സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കൊടുത്ത് ഇങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് പല ആൾക്കാർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു സൈഡിലേക്ക് ഒതുക്കി നിർത്തണമെന്ന് തോന്നിയാൽ നമ്മളൊരു ഫോർത്ത് ഗിയറിലാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ഒരു തേർഡ് ഗിയറിലേക്ക് ഇട്ട് ബ്രേക്ക് ചെയ്ത് സൈഡിലേക്ക് വന്ന് നമുക്ക് ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടി നിർത്താം. ഓക്കെ, അതൊരു സ്ട്രെയിറ്റ് റോഡിലാണെങ്കിൽ കഴിയും. എന്നാൽ നമ്മൾ വാഹനമായിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ ചില റോഡുകളിൽ വരുമ്പോൾ നമുക്കത് പറ്റത്തില്ല. അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ നമ്മളിപ്പം ഉദാഹരണം പറയാം, ഞാനിങ്ങനെ തേർഡിലേക്ക് ഇട്ടു, ഇപ്പോൾ ഫോർത്തിലേക്ക് ഇട്ട് ഞാനിങ്ങനെ വരുവാണ്. എനിക്ക് വണ്ടി ഇവിടെ വന്നിട്ട് ഈ സൈഡിലേക്ക് ഒതുക്കി നിർത്തണം. ബ്രേക്കേ വരുന്നു,
ക്ലച്ച് ചവിട്ടുന്നു. ഓക്കെ, വണ്ടി ഇങ്ങനെ സ്ലോ ചെയ്യുകയാണ്. സ്ലോ ചെയ്തേ നിങ്ങൾ നോക്കുക, 4th ഗിയറിലാണ്. സ്ലോ ചെയ്ത് വണ്ടി റണ്ണിങ്ങിൽ ഇങ്ങനെ വന്ന് സൈഡിലേക്ക് ഒതുക്കി ഇങ്ങനെ നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ വണ്ടി ഒന്ന് മുന്നോട്ട് കയറ്റിയിടണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, 4th നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് നമ്മൾ വണ്ടി എടുക്കുന്നു. അവിടെ 4th ഗിയറിലെടുത്താൽ വണ്ടി നീങ്ങുമോ? ഇല്ല. കാരണം അവിടെ കുറച്ചും കൂടെ ടോർക്ക് കൂടി ഗിയർ വേണം, വണ്ടി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് കുറച്ചും കൂടെ വണ്ടി മുന്നോട്ട് കയറ്റിയിടുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾ ഗിയറിനെ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന സാഹചര്യങ്ങളിൽ ഗിയർ ഇടുമ്പോൾ ഒരു കാരണവശാലും തെറ്റത്തില്ല. അപ്പം ഇത്രേ ഉള്ളൂ. നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ക്രമത്തിൽ 1st മുതൽ 4th 5th വരെയോ നമുക്ക് ഗിയർ ഇടാം, ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല. ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് റോഡ് മനസ്സിലാക്കി 5th നിന്ന് 4th, 4th നിന്ന് 3rd, 2nd ഡൗൺ ചെയ്ത് വരാം. ഡൗൺ ചെയ്ത് നമുക്കൊരു 2nd ഗിയർ വരെയൊക്കെ സാധാരണ ഡൗൺ ചെയ്താൽ മതി. തീർത്തും നമ്മുടെ വണ്ടി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടേണ്ട ഒരു സാഹചര്യം വരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം 2nd ഗിയറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയായിട്ട് ഈസി ആയിട്ട് പോകാനായിട്ട് കഴിയും. തീർത്തും സ്ലോ ആകുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. പിന്നെ ഒരു വണ്ടി നമ്മളൊരു ജംഗ്ഷനിലോ അല്ലെങ്കിൽ ഒരിടത്തേക്കൊക്കെ ഒതുക്കിയിടുന്ന ഒരു സാഹചര്യം വരുന്നു, ഒരു 3rd വരുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ മാത്രം സ്ലോ ചെയ്ത് വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിട്ട് പതുക്കെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടാൽ മതി. ക്രമത്തിൽ 4th, 3rd, 2nd, 1st അങ്ങനെ വന്ന് നമ്മൾ വണ്ടി സൈഡിലേക്ക് നിർത്തി ഒതുക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എഴുതിയിടുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഒപ്പം എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ പേജിൽ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഷോർട്സ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോകളൊക്കെ ഇൻസ്റ്റാഗ്രാം പേജിൽ കാണാം. അപ്പം എന്തായാലും വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.